ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളിന്ന് റീഡിംഗ് നോക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും സ്വയം അകന്നതാണോ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഈ ഒരു വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റിയതാണോ എന്നതാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ്സ് എല്ലാം ഞാൻ വായിക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷം. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് നമുക്ക് മുന്നോട്ടുള്ളൊരു പ്രചോദനവും. ഓക്കെ, ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങൾ ഈ ഒരു വീഡിയോസ് എല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അത് അവിചാരിതമായിട്ട് എത്തുന്നതല്ല. ഇത് യൂണിവേഴ്സ് പ്ലാൻ പ്രകാരം നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ആൻഡ് നിങ്ങൾ ഈ ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് എല്ലാം നിങ്ങളിലേക്ക് എത്തുന്നത് പോലും. സോ മനസ്സിലാക്കുക, ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് ഇപ്പോൾ അട്രാക്റ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങളിൽ നിൽക്കുന്ന ആ ഒരു വ്യക്തി, നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കുന്ന ആ ഒരു വ്യക്തി, അതൊരു നിങ്ങളുമായിട്ടുള്ളൊരു കണക്ഷൻ എന്ന് പറയുന്നത് സാധാരണ കണക്ഷൻ ആയിരിക്കില്ല. ഇറ്റ്സ് എ ഡിവൈൻ കണക്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾക്കതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള വ്യക്തത നിങ്ങൾക്ക് ഉണ്ടാവണം എന്നുള്ളൊരു സത്യാവസ്ഥ നിങ്ങൾ അറിയണം. ഓക്കെ, അതിനുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോസിലൂടെയാണ് ഏറെക്കുറെ കാര്യങ്ങൾക്കും വ്യക്തത നിങ്ങൾ വരുത്തുന്നുണ്ടായിരിക്കാം. കാരണം അതൊരു സാധാരണ റിലേഷൻഷിപ്പ് അല്ല. ഈ റിലേഷൻഷിപ്പിലൂടെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും കർമ്മങ്ങളും അവിടെ ഉണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഇട്ടിട്ടുള്ള പല വീഡിയോസും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതിൽ വ്യക്തമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് എന്താണ് നിങ്ങളുടെ ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള കർമാസും കാര്യങ്ങളൊക്കെ. ഓക്കെ, ആൻഡ് വൺ മോർ തിങ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ്, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും അത് റീസണേറ്റ് ആകണമെന്നില്ല. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി. പേഴ്സണൽ റീഡിംഗ് ആണെങ്കിൽ പേഴ്സണൽ റീഡിങ്, ആൻഡ് ഹീലിംഗ് ആൻഡ് സ്പെൽ വർക്ക് ഇതിനൊക്കെ ആണെങ്കിലും അത് സെപ്പറേറ്റ് പറഞ്ഞാൽ മതി. ഓക്കെ, ആൻഡ് ഓഫ് കോഴ്സ് നമുക്കിനി വരുന്ന സെപ്റ്റംബർ 17 എന്ന് പറയുന്ന ഒരു സമയം നമുക്ക് വരുന്നത് ഹാർവെസ്റ്റ് മൂണാണ്. ഓക്കെ, സോ അതെന്ന് പറയുന്നത് ഹാർവെസ്റ്റ് മൂൺ. അതിലേറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ ഇത്രയും നാളും ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള എന്ത് കാര്യത്തിനും അതിന് വേണ്ടിയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നൊരു സമയം കൂടിയാണ്. ആ ഹാർവെസ്റ്റ് മൂണിൻ്റെ ആ ഒരു സമയത്ത് നിങ്ങൾ എന്ത് സ്പെൽ വർക്ക് ചെയ്താലും ഹീലിംഗ് ചെയ്താലും അതിനുള്ള റിസൾട്ട് എന്ന് പറയുന്നത് വളരെ 10 മടങ്ങ് ഇരട്ടിയായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളത് വിനിയോഗിക്കുക. ആർക്കെങ്കിലും ഹീലിംഗ് സ്പെൽ വർക്ക്സ് എല്ലാം വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാവുന്നതാണ്. ഈ ഒരു പെർട്ടിക്കുലർ പേഴ്സണെ നിങ്ങൾ തിരിച്ചാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അത്രയും ജെന്യുവിനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇതെല്ലാം നിങ്ങളിലേക്ക് എത്തുന്നത് പോലും യൂണിവേഴ്സ് നിങ്ങളെ ആഗ്രഹപ്രകാരം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇങ്ങനെയുള്ള നിങ്ങളെ എത്തിക്കുന്നത്. സോ നിങ്ങളവിടെ ചിന്തിച്ചിരുന്നിട്ട് യാതൊരു കാര്യം ഉണ്ടായിരിക്കില്ലല്ലോ. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളെ മനസ്സറിഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുകയാണെന്ന് അങ്ങോട്ട് വിശ്വസിക്കുക. ഓക്കെ, നമ്മളിപ്പോൾ ഹീലിംഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കർമ്മ ഹീലിംഗ് ആണ്. ഏറെക്കുറെ പേർക്കും കർമ്മയാണ് എവിടെ എഫക്റ്റ് ചെയ്തിരിക്കുന്നത്. പാസ്റ്റ് ലൈഫ് കർമ്മയാണ് ഈ ഒരു ജന്മത്ത് നിങ്ങളെ റിലേഷൻഷിപ്പായിട്ട് വന്നിട്ട് നിങ്ങളതിൽ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടായിരിക്കാം. അത് ആ കർമ്മ ഹീലിംഗ് കഴിയുന്നതോടുകൂടി മാത്രമാണ് നിങ്ങൾക്കതിൻ്റെ ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നുണ്ടായിരിക്കുള്ളൂ. കാരണം ഇറ്റ്സ് എ കർമ്മ ബാക്ക്. നിങ്ങൾ കഴിഞ്ഞ ജന്മം അവരോട് ചെയ്തിട്ടുള്ളതിൻ്റെ കർമ്മ ബാക്ക് ആണല്ലേ. സോറി, നമ്മളെന്തായാലും ഒരു ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ കുറച്ച് ലെങ്തി ആയി പോയി. ഒന്നുമില്ല, നമ്മൾ വരുന്ന സെപ്റ്റംബർ 17 ഹാർവെസ്റ്റ് മൂണാണ്. അത് നിങ്ങൾക്ക് കഴിയാവുന്നത്രയും നിങ്ങൾ പ്രയത്നിക്കുക. ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ ആ കാര്യത്തിനോട് നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ, സ്പെൽ വർക്ക്, ഹീലിംഗ് ഇതിനെല്ലാം 10 മടങ്ങ് ഇരട്ടി റിസൾട്ട് തരുന്ന ഒന്നാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് എൻ്റെ റീഡിംഗ് ഫീസ് എന്ന് പറയുന്നത് 500 ആണ്. ബട്ട് സ്പെൽ വർക്കിന് വരുന്ന ഒരു 1000-2000 വരുന്നുണ്ട്. ആൻഡ് ഹീലിംഗ് എന്ന് പറയുന്നത് അത് റിലേഷൻഷിപ്പ് ഹീലിംഗ്, കർമ്മ ഹീലിംഗ്, മണി ഹീലിംഗ് ആണ് നമ്മളത് കൊടുക്കുന്നത്. അത് ഓൾ ടുഗദറാണ്. അതിന് 6000 വരുന്നുണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളത് മാത്രം. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. നമുക്ക് നോക്കാം, ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്നും സ്വയം അകന്നതാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അകറ്റിയതാണോ? നിങ്ങൾ ഈ ഒരു കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക കേട്ടോ. വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് നിർത്തുക. ഓക്കെ, കുറച്ച് കാർഡ്സ് ഫസ്റ്റ് തന്നെ വന്നിട്ടുണ്ട്. ഞാനിവിടെ ജസ്റ്റ് എടുത്ത് വയ്ക്കുന്നുണ്ട്. നമുക്ക് ഓക്കെ, നമുക്ക് നോക്കാം. ഗ്രൗണ്ടിങ്, എർത്ത്. വാവ്,
ഞാനിവിടെ പറഞ്ഞേ ഉള്ളൂ ഹാർവസ്റ്റ് മൂൺ എന്നുള്ളൊരു കാര്യം അല്ലേ. അതിൻ്റെ രീതിയിൽ തന്നെ ഒരു ഹാർവസ്റ്റിൻ്റെ രീതി എന്താ, ഫസ്റ്റ് നമ്മൾ വിത്തിടും, അതിന് ശേഷം അത് മുളയ്ക്കും, അതിനുള്ള സംഭവങ്ങളൊക്കെ കൊടുത്തിട്ട് അത് മുളച്ച് വരുന്ന ഒരു ഇതാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കിട്ടിയിട്ടുള്ള കാർഡ് തന്നെ നമുക്ക് നോക്കിക്കോളൂ, ഗ്രൗണ്ടിങ് എന്നാണ്. അപ്പോൾ വിത്ത് നിങ്ങളായിട്ട് ഇടുക, അതിനുള്ള വിത്ത് നിങ്ങൾ കൊടുക്കുക, അതിൻ്റെ റിസൾട്ട് യൂണിവേഴ്സായിട്ട് തന്നോളും. എന്താണോ നിങ്ങൾ വെറുതെ ഇരുന്ന് കരഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കണം. അതെന്നതാണ് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഇതിലൂടെ നമ്മൾക്ക് കിട്ടുന്ന ഒരു എനർജിയാണ് ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കാരണം ഇത്തരത്തിലുള്ളൊരു റിലേഷൻഷിപ്പ്, ഡിവൈൻ റിലേഷൻഷിപ്പ് തന്നെയാണ് നിങ്ങൾക്കിത്. ഇറ്റ്സ് എ ഡിവൈൻ കണക്ഷൻ, നിങ്ങൾ ഈ ഒരു പേഴ്സണിൻ്റെ ഇത്. സോ ഡിവൈൻ കണക്ഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും വളരെ ഈസി ആയിരിക്കും മുൻകോൾ. പക്ഷേ ഡിവൈൻ കണക്ഷൻ അങ്ങനെയല്ല, നമുക്കത് ഒട്ടും തന്നെ ഈസി ആയിരിക്കില്ല മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഒന്ന് കിട്ടിയിട്ടുണ്ട്. സമ്മർ, ഇപ്പം നിങ്ങളുടെ ഒരു ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, ഇവിടെ കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് ഏറെക്കുറെ ഒരു ഇവിടെ സമ്മർ എന്നാണ് കിട്ടിയുള്ളത്. സമ്മർ എങ്ങനെയാണ്, വറ്റി വരണ്ട ഒരു ഭൂമി പോലെയാണ്. നിങ്ങൾക്ക് ഈ ഒരു സമയം കൊണ്ട് നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ളൊരു സന്തോഷവും ഉണ്ടായിരിക്കില്ല. ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുക, വറ്റി വരണ്ട അവസ്ഥയാണ്. ഒരു കസ്റ്റമർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിരുന്നു, ഒരു ദ്രവിച്ച് തീരുക എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു അവസ്ഥയാണ് എനിക്കിപ്പോൾ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ആൻഡ് അഗൈൻ നമ്മൾ ഇതിന് നിങ്ങൾക്കറിയാം, ഞാനിവിടെ കാർഡ് ഷഫിൾ ചെയ്തിട്ട് തന്നെയാണ് എടുക്കുന്നത് അല്ലേ. ഞാനിവിടെ മുൻകൂട്ടി എടുക്കുന്ന ഒരു കാര്യമല്ല. പക്ഷേ അഗൈൻ വരുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അഗൈൻ വരുന്നത് കണ്ടില്ലേ, ഹാർവസ്റ്റ്. ഞാൻ പറഞ്ഞു നമ്മൾക്കിവിടെ ഹാർവസ്റ്റ് മൂണാണ് വരാൻ പോകുന്നത് സെപ്റ്റംബർ 17. ഓക്കെ, സോ അതിൻ്റെ ഒരു കാർഡ് തന്നെ ഫസ്റ്റ് തന്നെ നമുക്കിവിടെ കിട്ടി, എർത്ത്, ഭൂമിയോട് സംബന്ധിച്ചിട്ടുള്ള ഗ്രൗണ്ടിങ്, അതാണ് നമുക്കിവിടെ കിട്ടിയത്. സോ ഇവിടെ യൂണിവേഴ്സ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് തന്നെ അതാണ്. നിങ്ങൾ ആ ഹാർവസ്റ്റ് മൂണിൻ്റെ അന്ന് നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തേക്കുക. അതിന് മുമ്പായിട്ട് തന്നെ വിത്ത് നിങ്ങൾ ഇടുക, അതിനുള്ള റിസൾട്ട് ഞാൻ തരാമെന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. അതുമാത്രമല്ല ഇവിടെയും കണ്ടില്ലേ, ഹീലർ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാനായിട്ട് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഹീലർ, അതായത് നിങ്ങളിപ്പോഴും കുറേ ആൾക്കാർക്ക് ഇപ്പോഴും നിങ്ങൾ ഹീൽ ചെയ്യണമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കണം നമുക്ക് കഴിഞ്ഞ കുറേ വീഡിയോസിൽ അങ്ങനെ തന്നെയാണ് കിട്ടുന്നത്. കാരണം ഈ ഒരു ഡിവൈൻ റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് എത്തുന്നത് തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് സന്തോഷിച്ചിരിക്കാൻ മാത്രമല്ല, ഈ ഒരു റിലേഷൻഷിപ്പിൽ ആദ്യം വളരെ സ്നേഹവും കരുതലും കാര്യങ്ങൾ, ഈ ഒരു പേഴ്സണെ കണ്ടുമുട്ടിയതിന് ശേഷം ഭയങ്കരമായിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റ്, നിങ്ങൾ ഈ ജീവിതത്തിൽ എന്താ പറയുക അനുഭവിച്ചിട്ടില്ലാത്തൊരു തരത്തിലുള്ളൊരു ഫീലിങ്സ്, സ്നേഹം, പ്രൊട്ടക്ഷൻ എല്ലാം ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇപ്പോഴത്തെ ഒരവസ്ഥ ഒരു സമ്മർ അവസ്ഥയിലാണ്, ഭയങ്കരമായിട്ടുള്ളൊരു വരൾച്ചയിലാണ് നിങ്ങളുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ സ്നേഹത്തിൻ്റെ വരൾച്ച, അതായത് സ്നേഹക്കുറവ് ഇവിടെ നന്നായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. സോ അത്തരത്തിലുള്ളൊരു വരൾച്ചയുടെ കൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് വെള്ളം കുടിച്ചിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് പലതായിട്ട് തരുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ നിങ്ങളെ ഹാപ്പി ആക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ട് നിന്നിരുന്ന പല കാര്യങ്ങളും നിങ്ങളിലേക്ക് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഹാപ്പി ആക്കുന്ന എന്താണെങ്കിലും നിങ്ങൾ ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഫുഡ് കൊണ്ടുവച്ചാൽ പോലും നിങ്ങൾക്കിപ്പോൾ കഴിക്കാനുള്ളൊരു മനസ്സ് പോലും ഇല്ലാത്തൊരവസ്ഥയിലാണ് കാണിക്കുന്നത്. ഒരു ഫുഡ് കിട്ടുമ്പോൾ ചിലർക്ക്, എനിക്കങ്ങനെയാണ്, നല്ലൊരു എൻ്റെ ആഗ്രഹിക്കുന്നൊരു ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷമായിരിക്കും. സോ ഈ ഒരു സമയത്ത് അത്തരത്തിലുള്ള ആൾക്കാർക്ക് പോലും ആ ഒരു സന്തോഷം പോലും അനുഭവിക്കാനായിട്ട് പറ്റുന്നില്ല. കാരണം അത്രയും ബുദ്ധിമുട്ടിലാണ് അവർ, മാനസികമായിട്ടുള്ള തളർച്ച ഞാനവിടെ കാണുന്നുണ്ട്. ഈ ഒരു പേഴ്സൺ ആദ്യം നിങ്ങൾക്ക് തന്നിരുന്ന ആ ഒരു വല്ലാത്തൊരു ആ ഒരു സ്നേഹം ഉണ്ടല്ലോ, അത് വാക്കുകളിൽ കൂടെ പറയാൻ എനിക്ക് പറ്റുന്നില്ല. നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാമുകനായിരിക്കാം, അച്ഛൻ്റെ ഫീലിങ്സ്, ഒരു അമ്മ, ഒരു ബ്രദർ, അല്ലെങ്കിൽ ഒരു സിസ്റ്റർ, എല്ലാം ഒരു വ്യക്തിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാ വ്യക്തിയോടും തോന്നാവുന്ന എല്ലാ തരത്തിലുള്ള ഫീലിങ്സും നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണിൻ്റെ അടുത്ത് നിന്ന് തോന്നിയിട്ടുണ്ടായിരിക്കും, തിരിച്ചിങ്ങോട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ആ ഒരു പേഴ്സണിൻ്റെ അടുത്ത് വളരെ കുട്ടിയാണ്, മെച്ചുവേർഡായിട്ട് ഫീൽ ചെയ്യുന്ന ചില സമയം ഉണ്ടായിരിക്കും. എന്നാൽ ഭയങ്കരമായിട്ടുള്ളൊരു കുട്ടിക്കളിയും അല്ലെങ്കിൽ കുട്ടിത്തം എല്ലാം ഈ ഒരു പേഴ്സണിൻ്റെ അടുത്ത് നിങ്ങൾക്ക് നടക്കുന്നുണ്ടായിരിക്കും. അത്രമാത്രം ഭയങ്കരമായിട്ടുള്ളൊരു കണക്ഷൻ നിങ്ങൾക്ക് ഉണ്ടായിരുന്നതാണ്. പക്ഷേ ആദ്യ കാലഘട്ടത്തിലെ ആ ഒരു സന്തോഷം അല്ലെങ്കിൽ അവർ തന്നിരുന്ന പരിഗണനയൊന്നും പിന്നീട് കുറച്ച് നാൾ കഴിയുമ്പോൾ മുതൽ നിങ്ങൾക്കത് കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. സോ
അവിടെ ഒരുപാട് വ്യത്യാസങ്ങൾ ആ പേഴ്സൻ്റെ സ്വഭാവത്തിൽ വന്നിട്ടുണ്ടായിരിക്കണം. സോ അത് ഇവിടെ നിന്ന് എനിക്ക് കാണുന്നത് മറ്റാരെങ്കിലും എന്നുദ്ദേശിക്കുന്നത് ഇവിടെ കുറേ പേർക്ക് തേർഡ് പാർട്ടി എനർജി കാണിക്കുന്നുണ്ട് കേട്ടോ. അത് ഈ ഒരു കാര്യത്തിലേക്ക് യൂണിവേഴ്സ് നമ്മൾക്ക് ഇവിടെ തേർഡ് പാർട്ടി ഉണ്ട്, തേർഡ് പാർട്ടിയാണ് നിങ്ങളെ മാറ്റി നിർത്തുന്നത് എന്നെനിക്ക് പറയാൻ പറ്റില്ല. തേർഡ് പാർട്ടി ഉണ്ട്. ആ തേർഡ് പാർട്ടിയെ നിങ്ങൾക്കിടയിൽ ഇട്ട് തന്നിട്ടുള്ളത് ഇവിടെ മിക്കവാറും പേർക്ക് അതൊരു യൂണിവേഴ്സ് പ്ലാൻ പ്രകാരമാണ് കാണുന്നത്. സോ ആ തേർഡ് പാർട്ടിയെ നിങ്ങൾക്കിടയിൽ കൊണ്ടുവന്ന് അവിടെ യൂണിവേഴ്സ് അവിടെ ഒരുപാട് നിങ്ങൾക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് ആ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്നും പലതുമായിട്ട് മറയ്ക്കുന്നുണ്ട്, എന്തൊക്കെയോ അവിടെ സൈഡിൽ സംഭവിക്കുന്നുണ്ട്. മറ്റാരുടെ ഒരു പ്രസൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇടയിൽ തന്നെ തോന്നിയിട്ടുണ്ടാവണം. ഓക്കെ, അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ് വേറൊരു സത്യം. നിങ്ങളത് യൂണിവേഴ്സായിട്ട് തന്നെ അറിയിക്കുന്ന പല സിറ്റുവേഷൻസുകളും വരുന്നുണ്ട്. അല്ലെങ്കിൽ മനസ്സുകൊണ്ട് നിങ്ങൾക്കൊരു ഇന്നർ ഫീലിങ്സ് അതിൽ തരുന്നുണ്ടായിരിക്കണം യൂണിവേഴ്സ്. ഓക്കെ, കുറേ പേർക്ക് ഇവിടെ ഒരു ലൈക്ക് അതായത് കുറേ പേർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഒരു 5 to 10% ആണ് എനിക്കിവിടെ പറയാൻ കഴിയുന്നത്. ബ്ലാക്ക് മാജിക്കിൻ്റെ എഫക്റ്റ് കാണുന്നുണ്ട് പലരെയും. അത് മറ്റുള്ളവരാൽ, അതായത് നിങ്ങൾക്കിടയിൽ ഏതെങ്കിലും ഒരു ഫ്രണ്ട്സോ നിങ്ങളല്ലാതെ ഒരാളെങ്കിലും എക്സ്ട്രാ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം. പക്ഷേ അവരിൽ എന്തോ ഒരു വളരെ നെഗറ്റീവായിട്ടുള്ളൊരു എഫക്റ്റ് നിങ്ങളിലേക്ക് കാണിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഇടയിൽ ഭയങ്കരമായിട്ട് ബ്ലോക്കേജസ് വരുത്തുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, ബ്ലാക്ക് മാജിക്കിൻ്റെ എഫക്റ്റ് എനിക്ക് കിട്ടുന്നുമുണ്ട് ഇവിടെ. ഓക്കെ, ചിലർക്ക് ബ്ലാക്ക് മാജിക്കിൻ്റെ എഫക്റ്റ് നന്നായിട്ട് തന്നെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ നന്നായിട്ട് കിടന്ന് വലയുന്ന കുറച്ച് എനർജീസിന് ഇവിടെ കാണിക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ട് മാത്രമല്ല, അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ എത്ര ഉണ്ടെങ്കിലും നിങ്ങളത് സഹിക്കാൻ തയ്യാറായിരുന്നു, മുന്നോട്ട് പോകാനും തയ്യാറായിരുന്നു. പക്ഷേ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വന്ന് ഇപ്പോൾ ഈ ഒരു അകൽച്ച കാണിക്കുന്നതാണ് നിങ്ങൾക്ക്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മരിക്കാൻ വരെ തോന്നുന്നുണ്ടെന്നൊരവസ്ഥ. നിങ്ങൾക്ക് എന്ത് ഉണ്ടെങ്കിലും, നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ട് ആരൊക്കെ ഉണ്ടെങ്കിലും മുന്നോട്ടേക്ക് പോകാനൊരു സന്തോഷം, ഇനി ജീവിക്കണം എന്നില്ല എന്നുള്ളൊരു തോന്നലാണ് ഏറെക്കുറെ പേർക്കും ഇതിലൂടെ വ്യക്തമാകുന്നത്. സോ ഈ ഒരു വ്യക്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരായിട്ട് സ്വയം അകന്നതല്ല കേട്ടോ. മറ്റുള്ള പല എനർജീസ് അല്ലെങ്കിൽ യൂണിവേഴ്സ് എനർജി തന്നെ നിങ്ങളെ അകറ്റിയതാണ്. കാരണം ഈ ഡിവൈൻ കണക്ഷനിൽ നിങ്ങൾ ചിലത് നേടണം. ഓക്കെ, അതിനെ പുഷ് ചെയ്യുകയാണ് യൂണിവേഴ്സ്. ഒരു കാര്യവും നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ലോകത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നേടാനുള്ളൊരു കഴിവുണ്ട്. അത് മനഃശക്തി എന്ന് പറയും, മാനിഫെസ്റ്റേഷൻ പവർ എന്ന് പറയും. ആ ഒരു മനഃശക്തി ഉണ്ട്. അതിലേക്ക് എത്തിക്കാനാണ് യൂണിവേഴ്സ് നിങ്ങളെ ട്രൈ ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, ഏതൊരു കാര്യവും നിങ്ങൾക്കത് മനസ്സുകൊണ്ട് ഏത് കാര്യമാണോ ആഗ്രഹിക്കുന്നത് അത് വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് അത് എത്തിച്ചു തരും. പക്ഷേ എത്തിക്കണമെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഒരു പരീക്ഷണമുണ്ട് അവിടെ, അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ടെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ആ കാര്യത്തിൽ നിങ്ങൾ വിജയിച്ചാൽ മാത്രം, അതായത് അവരെ നിങ്ങൾ അകറ്റി, അപ്പോൾ അകറ്റി അവർ വരണ വരെ നിങ്ങൾ അവരെയും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക എന്നല്ല. അവരെയും പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ അവിടെ കരഞ്ഞിരിക്കുകയാണെങ്കിൽ യൂണിവേഴ്സ് അതൊരിക്കലും നിങ്ങൾക്ക് എത്തിച്ചു തരില്ല. കാരണം ദൈവം ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അച്ഛനമ്മ ആഗ്രഹിക്കുന്നത് എന്താ? നമ്മൾ കരഞ്ഞിരിക്കരുത്, സന്തോഷത്തോടുകൂടി ഇരിക്കണം. സോ അച്ഛനമ്മയും പല കാര്യത്തിലും നമ്മളെ വഴക്ക് പറഞ്ഞ് പിന്നോട്ട് നിർത്തും. അത് നമുക്ക് നല്ലതല്ല എന്ന് വിചാരിച്ചിട്ടാണ്. അത് മാത്രമല്ല, നമ്മളെ പഠിക്കാൻ അയക്കുന്നത് കുറേ നമ്മൾക്ക് കുട്ടികൾക്കൊക്കെ പഠിക്കാൻ അയക്കെങ്കിലും അത് പഠിക്കാൻ ഇഷ്ടമുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ നന്നായിട്ട് വഴക്ക് പറയും, ചില പഠിക്കും അല്ലേ. ചില കാര്യങ്ങൾക്ക് അച്ഛനമ്മയും നന്നായിട്ട് തടസ്സം നിന്ന് അടിക്കുക. അത് നമ്മളെ നല്ലതിന് വേണ്ടിയിട്ടാണ് അല്ലേ. അതുപോലെയാണ് യൂണിവേഴ്സ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഈ ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ആ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങളായിട്ട് പല കാര്യങ്ങളും മാറ്റിയെടുക്കേണ്ടതുണ്ട് അവിടെ. സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങളത് നേടാനായിട്ട് ശ്രമിക്കാം. അയ്യോ അതിൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി എന്നും പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത രീതിയിലുള്ള ഈ പറയുന്ന ചിലവർ എന്താ പറയുക, ചാത്തൻ അല്ലെങ്കിൽ ബ്ലാക്ക് വഴികളിലൂടെ ആ പേഴ്സണെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതുണ്ട്. സോ അങ്ങനെ ഒരു കുറച്ച് എനർജീസ് കാണിക്കുന്നതാണ്. അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും ബ്ലാക്ക് മാജിക്കിൻ്റെ ഒരു എഫക്റ്റ് നന്നായിട്ട് കാണുന്നുണ്ട്. അതിങ്ങോട്ട് കിട്ടിയതാണെങ്കിലും അത് നിങ്ങളങ്ങോട്ട് കൊടുക്കുന്നതാണെങ്കിൽ, കൊടുക്കുക മീൻസ് ഈ ഒരു ബ്ലാക്ക് വേയിൽ അവരെ
അട്രാക്റ്റ് ചെയ്തെടുക്കുന്ന രീതിയിലേക്ക് ചില ആൾക്കാർ പ്രയത്നിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സോ അങ്ങനെയല്ല യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത്. നിങ്ങളാൽ പറ്റും ആ ഒരു പേഴ്സണെ ഇങ്ങോട്ട് നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് കൊണ്ടുവരാനായിട്ട്. അത് ആ ഒരു കാര്യം അങ്ങനെ അയ്യോ എൻ്റെ അടുത്ത് നകന്നു പോയി ആ ഒരു പേഴ്സൺ ഇനി എന്ത് ചെയ്യും എന്നാലോചിച്ച് കരഞ്ഞ് ഓരോ ദിവസം കരഞ്ഞ് തള്ളി നിൽക്കുന്നവരുണ്ട്, കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവരെ കാണിക്കുന്നുണ്ട്. ആൻഡ് ഈ പറയുന്ന രീതിയിലൂടെയൊക്കെ പ്രയത്നിക്കുന്നവരെയും കാണിക്കുന്നുണ്ട്. ബ്ലാക്ക് എനർജിയിലൂടെയൊക്കെ ഒന്ന് തിരികെ പിടിക്കാനായിട്ടൊക്കെ കാണിക്കുന്നവരും ഉണ്ട് സ്വയം. സോ അങ്ങനെ ഒന്നല്ല യൂണിവേഴ്സ് ഇവിടെ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ അത്യാവശ്യം ഈ കരച്ചിലൊക്കെ ഒന്ന് നിർത്തി, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് നന്നായിട്ട് തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട്. സോ ആ ഒരു കാര്യം നിങ്ങൾക്ക് തിരികെ വരാനായിട്ട് നിങ്ങൾ ഇങ്ങനെയല്ല പ്രയത്നിക്കേണ്ടത്. നല്ല രീതിയിലൂടെ അതിനെങ്ങനെ തിരിച്ചെടുക്കാം, മാനിഫെസ്റ്റേഷൻ പവർ കൂട്ടുക, സ്പെൽ വർക്കുകൾ അത് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് എന്താണോ ഇപ്പോൾ ഹീലിംഗ് എന്ന് പറയുന്നത് അഗൈൻ ആൻഡ് അഗൈൻ വരുന്നത് കൊണ്ട് മാത്രം ഞാൻ പറയാണ് കേട്ടോ. ഇവിടെ കുറേ പേർക്ക് ഇവിടെ കർമ്മ തന്നെയാണ്. കഴിഞ്ഞ ജന്മം ഈ ചെയ്തവരുടെ നിങ്ങൾ അവരോട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ കാണിക്കുന്നുണ്ട്. നിങ്ങൾ അവരോട് ചെയ്തതിൻ്റെ കർമ്മ ബാക്ക് തന്നെയാണ് നിങ്ങൾക്കിപ്പോൾ ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ ആ കർമ്മ ബാക്ക്, ആ കർമ്മ നിങ്ങളുടെ കാർമിക്കായിട്ടുള്ള ബാഗേജസ് അവിടെ ഹീലാക്കി കളഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ തിരികെ കിട്ടുന്നുണ്ടായിരിക്കുക. വൺസ് നിങ്ങൾ ഹീലിംഗ് കഴിഞ്ഞ് ആ ഒരു കാര്യങ്ങളെല്ലാം ഹീലിംഗ് ആയതിന് ശേഷം നിങ്ങൾ പിന്നെ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആ വ്യക്തിയായിട്ട് തന്നെ പതുക്കെ മാറി ഇങ്ങോട്ട് തിരികെ വന്നോളും. സോ അതാണ് കർമ്മ. അതിന് ഈ നിങ്ങളുടെ കാർമിക്കായിട്ടുള്ള ബാഗേജസ് നിങ്ങൾ ക്ലിയർ ആവാതെ എങ്ങനെയൊക്കെ എന്തൊക്കെ പ്രാർത്ഥിച്ചാലും അവിടെ ഒരു വ്യത്യാസം വരാനായിട്ട് പോകുന്നുണ്ടായിരിക്കില്ല. കരഞ്ഞിരിക്കുക മാത്രമേ ചെയ്യുന്നുണ്ടായിരിക്കുള്ളൂ, പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും, വഴിപാടുകൾ നേടുന്നുണ്ടായിരിക്കും. അതിനൊന്നൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കില്ല. ആ ഒരു കർമ്മ അവിടെ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് അതിൻ്റെ ഉള്ള റിസൾട്ട് കിട്ടുക? കാർമിക്കായിട്ടുള്ള ബാഗേജസ് അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. അല്ലാത്തവർക്ക് ഒന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നു എന്നുള്ളൂ. നമ്മളെ സോൾ ഈ ഒരു ജന്മം എടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ സോളിൻ്റെ എഗ്രിമെൻ്റ് അവിടെ ഓൾറെഡി സൈൻ ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ഡിവൈന് മുമ്പിൽ എഗ്രിമെൻ്റ് അവിടെ ഉണ്ട് നിങ്ങൾക്ക്. കാരണം എൻ്റെ കർമ്മ അല്ലെങ്കിൽ എൻ്റെ പാസ്റ്റ് ലൈഫിൻ്റെ കർമ്മ ഞാൻ ഈ ഒരു ജന്മം ജനിച്ച് ഈ ജന്മം ജനിക്കുന്നത് തന്നെ എൻ്റെ പാസ്റ്റ് ലൈഫിൻ്റെ കർമാസ് ഞാൻ അനുഭവിച്ച് അത് ഹീലാക്കാനാണ്, അല്ലെങ്കിൽ അനുഭവിച്ച് ഹീലാക്കാനോ അല്ലെങ്കിൽ സ്വയം പരിഹാരം ചെയ്തിട്ട് അതിനുള്ളൊരു പാപപരിഹാരങ്ങൾ ഞാൻ ചെയ്തു കൊള്ളാം എന്നുള്ളൊരു ഉടമ്പടി പ്രകാരമാണ് നിങ്ങൾ ഇവിടേക്ക് വരുന്നത്. സോ ഇവിടെ വൺസ് നമ്മളുടെ ഒരു സോൾ ജനനം എടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു കാര്യങ്ങളൊന്നും പിന്നീട് ഓർമ്മയുണ്ടായിരിക്കില്ല. പിന്നെ നമ്മൾ ആസ് യൂഷ്വൽ പോകുന്ന പോലെ അങ്ങോട്ട് പോകും. പ്രശ്നങ്ങൾ വരുമ്പോൾ കരയും. അതിപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജസ്റ്റ് കരഞ്ഞ് പ്രാർത്ഥിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ്. സോ ഡിവൈൻ അറിയാം, നിങ്ങൾ അവിടെ ഡിവൈൻ ഒന്നും മറക്കുന്നില്ല. നിങ്ങളാണ് മറന്നിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മളാണ് മറക്കുന്നത് നമ്മളുടെ ആ ഒരു ഉടമ്പടി. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും അതിനൊരു റിസൾട്ട് കിട്ടുന്നുണ്ടായിരിക്കില്ല. ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏതറ്റം വരെ പോകാനും തയ്യാറാണ് ഈ ഒരു പേഴ്സണെ തിരികെ കിട്ടാനായിട്ട്. കുറേ പേർക്ക് ഇവിടെ ഭയങ്കരമായിട്ട് ഫിനാൻഷ്യൽ ഇഷ്യൂസ് കാണിക്കുന്നുണ്ട്. കുറേ എനർജി അങ്ങനെ വരുന്നുണ്ട്. ഇപ്പോൾ ഡിവൈൻ അല്ലെങ്കിൽ ഗോഡ് നിങ്ങൾക്ക് 1 കോടി രൂപ ഇപ്പുറത്ത് വെച്ച് തരുന്നു. ഇപ്പുറത്ത് നിങ്ങളുടെ പേഴ്സണെയാണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് സെലക്ട് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നിങ്ങൾ ഈ ഒരു പേഴ്സണെ ആയിരിക്കും സെലക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. കാരണം നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ കഴിഞ്ഞിട്ടേ ബാക്കി എന്തും ഈ ഒരു ലൈഫിലുള്ളൂ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ പെർട്ടിക്കുലർലി പറയുകയാണെങ്കിൽ ഈ ഒരു പേഴ്സൺ നല്ല അകൽച്ചയിൽ തന്നെയാണ്. സോ അകറ്റിയിട്ടുള്ളത് ഇവിടെ ഡിവൈൻ പ്ലാൻ പ്രകാരം എന്നാണ് എനിക്കിവിടെ കിട്ടുന്നത്. അത് ഡിവൈൻ പ്ലാൻ എന്തായിരിക്കും? ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് പലതരത്തിലുള്ള ഇംബാലൻസുകൾ, നല്ല ഇംബാലൻസ് കാണിക്കുന്നുണ്ട്. സ്ട്രഗിൾസ്, ഓപ്പോസിഷൻ, തേർഡ് പാർട്ടീസിൻ്റെ എനർജി ഒരുപാട് പേർക്ക് കാണിക്കുന്നുണ്ട്. സോ ഡിവൈൻ തന്നിട്ടുള്ള ആ ഒരു സമയമാണ് ഇപ്പോൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈൻ ഒരു ടൈം അവിടെ വെച്ചിട്ടുണ്ട്. ഏതൊരു ആൾക്കാർക്കും അവിടെ നമുക്ക് ഒരുപാട് സമയമൊന്നും ഒരു സ്ഥലത്തും ഒന്നും തരില്ല അല്ലേ. നമ്മളൊരു സമയമുണ്ട്, അതിനുള്ളിൽ നമ്മൾ സ്പിരിച്വലി അവേക്കണിങ് ആവുക. അതിലൂടെയാണ് സ്പിരിച്വൽ അവേക്കണിങ് എന്ന് പറയുന്നത്. ആ ഒരു സ്പിരിച്വൽ വേയിലൂടെയാണ് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു പേഴ്സണെ തിരികെ എടുക്കേണ്ടത്. അത് പലവർക്കും ഹീലിംഗ് ആണ്, മാനിഫെസ്റ്റേഷൻ ഉണ്ട്, ആൻഡ് പല കാര്യങ്ങളും അങ്ങനെ നമുക്ക് സ്പിരിച്വലി ഉള്ള കാര്യങ്ങളുണ്ട്. അല്ലാതെ ബ്ലാക്ക് മാജിക് ചെയ്തിട്ട് ആ ഒരു പേഴ്സണെ തിരിച്ചെടുക്കണമെന്നല്ല. നല്ല വൈറ്റ് എനർജിയിലൂടെ നമുക്ക് ആ ഒരു പേഴ്സണെ വളരെ നന്നായിട്ട് തന്നെ തിരികെ കൊണ്ടുവരാനായിട്ട് പറ്റുന്നതാണ്. സോ ഇറ്റ്സ് എ കർമ്മ ബാക്കാണ്. സോ ആ കർമ്മ നിങ്ങൾ ഹീലാക്കാനായിട്ട് ഏറെക്കുറെ പേർക്കും അത് തന്നെ കിട്ടുന്നുണ്ട്. ശ്രമിക്കാം. ഓക്കെ,
സോ ആ ഒരു പേഴ്സൺ അത്യാവശ്യം നല്ല അകൽച്ചയിൽ തന്നെയാണ്. അഗെയിൻ എനിക്കിവിടെ കിട്ടുന്നത് ഡെഡിക്കേഷൻ എന്തായാലും നിങ്ങൾ കാണിക്കുക ഈ ഒരു കാര്യത്തിലേക്ക്. ഡെഡിക്കേഷൻ കരഞ്ഞിരിക്കാനോ അല്ലെങ്കിൽ അവർ തിരികെ വരുന്നത് വരെ കരഞ്ഞ് പ്രാർത്ഥിച്ചിരിക്കണം എന്നതല്ല യൂണിവേഴ്സ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഡെഡിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു കാര്യത്തോട്, നിങ്ങൾ ഈ ഒരു കാര്യം നമ്മളിലേക്ക് തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള എന്താണോ നിങ്ങൾ ചെയ്യുന്നത് അതിനെയാണ് ഇതിലെ ഡെഡിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അച്ചീവ്മെൻറ്റ്സ് അവിടെ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണിലൂടെ പല അച്ചീവ്മെൻറ്റ്സും കിട്ടാനുണ്ട്. ഓക്കെ, സോ അവിടെ അതെല്ലാം ബ്ലോക്കായിട്ട് കിടക്കുകയാണ്, കർമ്മ ബ്ലോക്കാണ്. വൺസ് നിങ്ങൾ ഈ ഒരു സമയം ഡിവൈൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഡിവൈൻ ഉദ്ദേശിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് ആ ഒരു സ്പിരിച്വൽ അവേക്കണിങ് അല്ലെങ്കിൽ അതൊരു പോസിബിലിറ്റി വന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ടോട്ടലി അകന്നകന്നു പോകുകയാണ് നിങ്ങളെടുത്തുന്ന ഈ ഒരു പേഴ്സൺ. ഓക്കെ, ആദ്യത്തെ അകൽച്ച പോലെ ആയിരിക്കില്ല പിന്നീട് ഈ ഒരു പേഴ്സൺ നിങ്ങളെടുത്ത് അകൽച്ച വളരെയധികം കൂടിക്കൂടി വരുന്ന ഒരവസ്ഥയിൽ തന്നെയാണ് കാണിക്കുന്നത്. പണ്ട് നിങ്ങളായിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻസ് ആ ഒരു വ്യക്തിക്ക്, പക്ഷേ ഇപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻസ് എല്ലാം തന്നെ അവിടെ കുറഞ്ഞു വരുന്ന ഒരവസ്ഥയിലാണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, ആൻഡ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആൻസിസ്റ്റേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് കുറവുകൂടെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ പൂർവികരുടെ ആ ഒരു ബ്ലെസ്സിങ്സ് നേടാം. ബലിയിടാത്തവരെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങളെ വീട്ടുകാരെങ്കിലും നിങ്ങളുടെ പൂർവികർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ അച്ഛനമ്മയോ അവരൊന്നും ബലിയിടുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളോ എന്തെങ്കിലും അങ്ങനെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ചെയ്യുക. കാരണം ആൻസിസ്റ്റേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് നന്നായിട്ട് കുറവുണ്ട്. അത് നമ്മൾ കിട്ടുന്ന എനർജീസാണ് കേട്ടോ ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ കിട്ടുന്ന കാര്യം ആ ഒരു യൂണിവേഴ്സ് പ്ലാൻ പ്രകാരമാണ് നിങ്ങളിൽ നിന്നും ഈ ഒരു പേഴ്സൺ അകന്നു പോകുന്നത്. അല്ലാതെ അവർ സ്വയം അകലുന്നതല്ല. അവർക്ക് അങ്ങനെ പറ്റുള്ളൂ. അവരിപ്പോൾ ചിന്തിച്ചാലും നിങ്ങളുടെ ഒരു ഇതിലേക്ക് തിരികെ വരാൻ പറ്റില്ല. തിരികെ വന്നാലും അവിടെ അഗെയിൻ ഒരു സ്ട്രഗിളോ അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസോ നിങ്ങൾക്കിടയിൽ ഉണ്ടാകും. അല്ലെങ്കിൽ ഇംബാലൻസ്, സ്ട്രഗിൾ, ഓപ്പോസിഷൻ എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ഈ ഒരു ഇടയ്ക്ക് സംഭവിക്കുന്നതായിരിക്കും. സോ അതിപ്പോൾ അവരാഗ്രഹിച്ച് തിരികെ വന്നാൽ പോലും അത് മുന്നോട്ട് നോക്കി സ്മൂത്ത് ഗോയിങ് ആയിട്ട് പോകില്ല. ഓക്കെ, സോ അതൊക്കെയാണ് ഈ ഒരു റീഡിങ്ങിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആർക്കെങ്കിലും നിങ്ങൾക്ക് പേഴ്സണലി ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് മെസ്സേജ് എടുത്തിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഇട്ടിട്ടുണ്ട്. അതിൽ വാട്സപ്പ് മെസ്സേജ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. കോൺടാക്റ്റ് ഇൻ ദ സെൻസ് നിങ്ങൾ മെസ്സേജ് ചെയ്യുക. ഓക്കെ, എന്താണെന്നുള്ളത് നിങ്ങൾ പറയുക. ജസ്റ്റ് ഒരു ഹായ് അയച്ചിട്ട് ഒരിക്കലും പോകരുത്. ഓക്കെ, ഞാനത് മെസ്സേജ് കാണുന്നത് ഞാൻ വേറെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ മെസ്സേജ് കാണുന്നത് ചിലപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമായിരിക്കും. അപ്പോൾ ആ മെസ്സേജ് കണ്ടതിന് ശേഷം ഞാൻ പിന്നെ തിരിച്ചൊരു ഹായ് അയച്ച് നിങ്ങൾ വീണ്ടും തിരിച്ചൊരു ഹലോ അയച്ച് പിന്നെ അതൊക്കെ ടൈം ലാഗിങ് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വന്ന് എന്താണോ നിങ്ങൾ ആവശ്യം അത് പറയുക. അത് പേഴ്സണൽ റീഡിംഗ് ആണ് അങ്ങനെ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെൽ വർക്കോ ഹീലിംഗോ അതിൻ്റെയൊക്കെ ആണെങ്കിൽ അങ്ങനെ. ഓക്കെ, സോ ഇതൊക്കെയാണ് നമുക്ക് ടോട്ടലി കിട്ടുന്ന ഒരു എനർജി. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സി യു.